നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടിയത് കൊണ്ടായില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ ഈ അക്കാഡമിക് ഇയറിൽ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി നമ്മൾ ധ്യാനിക്കണം. കുട്ടികളുടെ ഒപ്പം കൂട്ടുകാരായി മാതാപിതാക്കളെ നിങ്ങൾ കൂടണം. ഇന്ന് രാവിലെ കൗൺസിലിങ്ങിനായി എൻ്റെ അടുത്ത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നു. അവളുടെ പ്രശ്നം എന്താണ് മോള്, നീ എന്നെ കാണാൻ എന്താ? അവൾ കരയല്ലാതെ ഒരു അക്ഷരം പോലും ഉരിയാടുന്നില്ല. അവസാനം അവരുടെ മാതാപിതാക്കളെ വിളിച്ചു. അപ്പോൾ അവർ പറയുണ്ടായി, ഇവള് വീട്ടിൽ നിന്ന് പുലർച്ചെ 3 മണിയായപ്പോൾ എഴുന്നേറ്റ് പോയി. അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് അവൾ കറങ്ങാനാണ് പോയത് എന്ന് ഞങ്ങൾ വിചാരിച്ചു. കുട്ടി മിസ്സിങ്. അപ്പോൾ ഒരാകെ വെപ്രാളപ്പെട്ടു. ക്യാമറ നോക്കിയപ്പോൾ അവൾ 3 മണിക്ക് എഴുന്നേറ്റ് വരുന്നതും ക്യാമറ ഓഫ് ചെയ്യണതും അവർ ക്യാമറയിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടീനെ കാണുന്നില്ല. പിന്നീടാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, കുട്ടി 3 മണിക്ക് പുലർക്കാലത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ടൗണിലാണ് താമസിക്കുന്നത്. അവരിറങ്ങി ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് പോയി, ഒരു പാർക്കിൻ്റെ സൈഡിൽ പോയി അവൾ കുറേ നേരം ഇരുന്നു എന്ന് പറയുന്നു. പിന്നീട് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നു. ബോയ് ഫ്രണ്ടുമായിട്ട് അവിടെ കറങ്ങി നടക്കുന്നു. എല്ലാവരും അന്വേഷിച്ചതിൻ്റെ അവസാനത്തിൽ കൊച്ചിനെ കണ്ടത് ഈ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അപ്പൻ കാറും കൊണ്ട് ചെന്നു. മോള് കാറി കയറിയത് ഞങ്ങൾ കൂട്ടാക്കിയില്ല. പിന്നെ അപ്പൻ നടുറൂട്ടിലിട്ടൊരു അടിയൊക്കെ കൊടുത്ത് അവളെ കാറിൽ പറ്റി. അപ്പോൾ ഇത് അവളെ അടിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടുകാരൻ എന്ത് വിചാരിച്ചു, ഇനി അടുത്ത അടി നമുക്കായിരിക്കും വിചാരിച്ചു അവളെ ഇറങ്ങി ഓടി. അങ്ങനെ അവൾ വീട്ടിലെത്തി കൗൺസിലിംഗ് സെൻ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവളുടെ ഹിസ്റ്ററി ഒരുപാട് ഞാൻ പറയുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് അവളോട് ഞാൻ പിന്നീട് സംസാരിക്കുമ്പോൾ അവൾ കൊണ്ട് എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഭയങ്കര ഹെൽപ്ലെസ് ആണ്, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുള്ളൂ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താ ഞാൻ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നാണ് കൊച്ചു പറയുന്നത്. പിന്നീടാണ് കൊച്ചു പറയുന്നത്, ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കും. അപ്പനും അമ്മയും ജോലിക്കാരാണ്, അവർ ജോലിക്ക് പോകും, അവർ ഹാർഡ് വർക്കിംഗ് ആണ്, അവർക്ക് നേരമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മൊബൈൽ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യണമല്ലോ. അവരെ കുറ്റം പറയാൻ പറ്റില്ല, തെറ്റ് എൻ്റെ തന്നെയാണ്, തെറ്റ് എൻ്റെ തന്നെയാണ് എന്നവർക്ക് ബോധ്യമുള്ളപ്പോഴും അവൾ പറയുന്നു അവർ കാര്യവും മിസ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബോറടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. സ്കൂൾ വിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടാവുക, അല്ലെങ്കിൽ ആരെങ്കിലും ഗ്രാൻഡ് പാരൻസോ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാവുകയും നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ അന്നത്തെ ഒരു ദിവസത്തെ സംഗതികൾ പങ്കുവയ്ക്കുകയും എന്താണ് ഇന്ന് സ്കൂളിൽ ഉണ്ടായത്, ആരാണ് അവളുടെ കൂട്ടുകാർ, എന്താണ് അവളുടെ പ്രത്യേകത, അവൾക്ക് എന്താണ് അവൾക്ക് ഇഷ്ടമുള്ള വിഷയം, എന്താണെന്ന് പഠിപ്പിച്ചത്, അധ്യാപകരെന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, കൂട്ടുകാരെങ്ങനെയായിരുന്നു, അവളിടുന്ന ഡ്രസ്സ് ഏതാണ്, അങ്ങനെ അവൾ ഇഷ്ടപ്പെടുന്ന പുസ്തകം ഏതാണ്, വിഷയം ഏതാണ്, എന്തൊക്കെ നമുക്ക് ഈ ആകാശത്തിനും ഭൂമിക്കും കീഴെ സംസാരിക്കാനുണ്ടോ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവളോട് ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് മാതാപിതാക്കളെ നിങ്ങൾക്ക് സാധിക്കണം. അതിലാണ് നിങ്ങളുടെ വിജയം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോകും, അതൊരു ഡിപ്രഷനിലേക്ക് നയിക്കും. ആ ഡിപ്രഷൻ, എനിക്കിവിടെ വീട്ടിൽ വേണ്ടതുപോലെ സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ മൊബൈൽ ഫോൺ എടുത്ത്, അപ്പോൾ ഈ കുട്ടി എന്നോട് പറയായിരുന്നു, ഒരിക്കൽ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പിടിച്ചിട്ട് മൊബൈൽ അപ്പൻ തല്ലി പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ മൊബൈലില്ല, അപ്പൻ്റെ അറിവിൽ മൊബൈൽ കൊച്ചിനില്ല. പക്ഷെ പണ്ടെങ്ങോ അവിടെ കേടായി കിടന്നൊരു മൊബൈൽ അവൾ കണ്ടുപിടിച്ച് അത് അപ്പനും അമ്മയും അറിയാതെ നന്നാക്കി ആ മൊബൈൽ എടുത്തിട്ടാണ് ഇപ്പോൾ അവളുടെ കളി മുഴുവനും. മൊബൈലിലൂടെ ഇൻസ്റ്റ, സ്നാപ്ചാറ്റ് എന്ന പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെയൊക്കെയാണ്, മീഡിയയിലൂടെ അവർ ചാറ്റ് ചെയ്യുകയും അങ്ങനെ കളി കാര്യമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ തിരിച്ചിട്ട് പോകുന്ന വർഗ്ഗങ്ങളും ഒരുപാടുണ്ട്. അതൊരു സീരിയസ് അല്ല, കുട്ടിപ്രണയങ്ങൾ, അപക്വമായ പ്രണയം കുഴപ്പമൊന്നുമില്ല, അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കുട്ടികളെ ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇപ്പോഴത്തെ ഈ പഠന കാലഘട്ടം, പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് മാതാപിതാക്കളെ നിങ്ങളുടെ സൗഹൃദം നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കളുടെ കൂടെ യാത്ര ചെയ്യണം. ഹോംവർക്ക് ചെയ്യുമ്പോഴും കൂടെ ഇരിക്കാനും വർത്തമാനം പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്താൻ മാതാപിതാക്കൾ ടേൺ അനുസരിച്ചിട്ട് ചെയ്യണം. ഒരാഴ്ച അമ്മ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരാഴ്ച അപ്പൻ, രണ്ടാളും എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ആഴ്ച അപ്പനാണ് എങ്കിൽ അടുത്ത ആഴ്ച അമ്മ. അങ്ങനെ നിങ്ങളൊരു കോൺവെർസേഷൻ നടത്തി മാതാപിതാക്കൾ തമ്മിലൊരു ധാരണയിലെത്തി അതനുസരിച്ച് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. ഇടയ്ക്കൊക്കെ കുഞ്ഞിൻ്റെ സ്കൂൾ വിസിറ്റ് ചെയ്യാനും ടീച്ചർമാരെ കാണാനും സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുവഴി നിങ്ങളുടെ മക്കളുടെ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുവഴി നിങ്ങളുടെ മക്കളെ കൂടുതൽ മൂല്യബോധമുള്ളവരായി
ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നതിൽ എനിക്ക് സംശയമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.